ഗഗാരിയയിലെ കൊടും തണുപ്പിനെ വകവയ്ക്കാതെ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലെ അത്യപൂർവ പൂക്കളുടെ വശ്യമനോഹരമായ കാഴ്ച നമുക്ക് നൽകുന്ന വാലിയിലേക്കുള്ള യാത്രാ കവാടമാണിത്. ഗഗാരിയയിൽ നിന്ന് വാലിയിലേക്കുള്ള വഴി വളരെ കുത്തനെയുള്ളതും ദുർഘടമായതുമാണ്. ഈ വഴിയിലൂടെ സഞ്ചാരികളെ മുതുകത്ത് ചുമന്നു കയറുന്ന ഷെർപ്പകളുടെ ശാരീരിക ക്ഷമത നമ്മളെ അത്ഭുതപ്പെടുത്തും. 1982 ഈ ദേശീയോദ്യാനം രൂപീകൃതമായത്. 1931 ഫ്രാങ്ക് എസ് സ്മിത്തിൻ്റെ നേതൃത്വത്തിൽ 3 ബ്രിട്ടീഷ് പർവ്വതാരോഹകർ വഴിതെറ്റി ഈ മനോഹരമായ താഴ്വരയിൽ യാദൃശ്ചികമായി എത്തിപ്പെട്ടപ്പോഴാണ് ഈ താഴ്വര കണ്ടെത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിമാലയത്തിൻ്റെ താഴ്വരയായ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടരായ അവർ ഇതിനെ പൂക്കളുടെ താഴ്വര എന്ന് വിളിച്ചു. ഫോട്ടോഗ്രാഫർമാരുടെ സ്വർഗം എന്നും വാലി അറിയപ്പെടുന്നു. പോപ്പീസ്, ഡൈസി, പ്രൈം റോസസ്, കോബ്ര ലില്ലി, വിവിധതരം ഓർക്കിഡുകൾ തുടങ്ങി അപൂർവങ്ങളിൽ അപൂർവമായ ബ്രഹ്മകമലം വരെയുള്ള പുഷ്പങ്ങൾ വാലിയിൽ കാണാം. ഈ താഴ്വരയുടെ സമീപത്തു കൂടെ ഒഴുകുന്ന പുഷ്പവതി നദിയോട് ചേർന്ന പ്രദേശങ്ങളിൽ 300-ലധികം ചെടികളും ഔഷധ ഗുണമുള്ള സസ്യങ്ങളും ചുവന്ന കുറുക്കൻ, ലങ്കൂർ പുലി, കസ്തൂരിമാൻ, ഹിമാലയൻ കരടി തുടങ്ങിയ മൃഗങ്ങളും വസിക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വാലിയുടെ ഭൂപ്രകൃതി വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും കലവറയാണ്. അതുകൊണ്ടുതന്നെ വാലിയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.